വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. വിധവയുടെ കാണിക്ക. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പുനാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. എന്ത് നൽകി എന്നതിനേക്കാൾ എന്തുകൊണ്ട് നൽകി എന്നതാണ് കൂടുതൽ ശ്രദ്ധേയം. സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കൽ ജെറൂസലം ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് യേശു പോയതിന്റെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അവിടെ വഴിപാട് മണ്ഡപത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് യേശു ശ്രദ്ധിച്ചു. ഒരുപാട് ആളുകൾ വഴിപാട് സമർപ്പിക്കുന്നതിന് വേണ്ടി, ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതിന് വേണ്ടി വലിയ തിരക്ക്. ഓരോരുത്തരുടെയും പ്രതാപവും പ്രൗഢിയും കാണിക്കുന്ന രീതിയിലുള്ള തുക ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതായിട്ട് യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവരുടെ പ്രാധാന്യവും വലിപ്പവും ഒക്കെ ജനസമൂഹത്തിൽ ഉറപ്പിച്ച രീതിയിൽ അവർ തിരിച്ചു വരുന്നു. അങ്ങനെ വലിയൊരു ബഹളം. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരും ഉണ്ട്. യേശു ഇത് കണ്ടും കേട്ടുമൊക്കെ വളരെ നിരീക്ഷണ താല്പര്യത്തോടു കൂടെ അവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ ഒരു വയോവൃദ്ധ വഴിപാട് മണ്ഡപത്തിലേക്ക് കടന്നു വരുന്നത് യേശു ശ്രദ്ധിച്ചു. സുവിശേഷകനായ മർക്കോസ് പറഞ്ഞു വരുന്നു, ആ വൃദ്ധ ഒരു വിധവയും കൂടിയായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ദുർബലയാണ്, അവശയാണ്, വാർദ്ധക്യത്തിലെത്തി. അങ്ങനെ ബുദ്ധിമുട്ടി ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആ വൃദ്ധ വഴിപാട് അർപ്പിക്കുന്നതിന് വേണ്ടി ഭണ്ഡാരത്തെ സമീപിക്കുന്നത്. യേശു അതും ശ്രദ്ധിക്കുന്നു. ആ വിധവയ്ക്കുണ്ടായിരുന്ന വളരെ നിസ്സാരമായിട്ടുള്ള നാണയമാണ് ഭണ്ഡാരത്തിലെ ആ വിധവ നിക്ഷേപിച്ചത്. യേശു ഇത് രണ്ടും വളരെ പ്രൗഢമായിട്ടുള്ള രീതിയിലുള്ള അന്തസ്സും പ്രൗഢിയും കാണിക്കത്തക്ക വിധത്തിലുള്ള കാഴ്ചകൾ സമർപ്പിച്ചവരും ഈ വിധവയും അർപ്പിച്ച കാഴ്ചകളും നിരീക്ഷിച്ചതിന് ശേഷം യേശു തന്റെ കാഴ്ചപ്പാട് കൂടെയുള്ള ശിഷ്യന്മാരിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ യേശു പറയുകയാണ്, ഇതാ നോക്കൂ, ആ വിധവയാണ് ഇവിടെ ഇന്ന് ഈ ഭണ്ഡാരത്തിൽ ഏറ്റവും വലിയ തുക നിക്ഷേപിച്ചത്. സാധാരണക്കാരുടെ ഇടയിൽ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു നിഗമനമാണത്. കാരണം മറ്റെല്ലാവരും തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ വിധവ അർപ്പിച്ചേക്കാൾ കൂടുതൽ തുക ഭണ്ഡാരത്തിലിട്ടവരായിരിക്കണം ആ സമൂഹത്തിലുള്ളവര്. പക്ഷെ യേശുവിന്റെ കാഴ്ചപ്പാടില് തുകയിലെ ഏറ്റവും കുറഞ്ഞ ആ വക ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ആ വൃദ്ധയാണ് ഏറ്റവും കൂടുതൽ വഴിപാട് അർപ്പിച്ചത് എന്ന നിഗമനത്തിലാണ് യേശു എത്തിച്ചേരുന്നത്. കാരണം ആ വിധവ വളരെ ത്യാഗത്തോടു കൂടെ തനിക്കായിട്ട് ഉപജീവനത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന തുക ആയിരുന്ന കൊച്ചു ചെമ്പുനാണയം പോലും ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറാകുന്ന ആ മനസ്സാണ് യേശു ഇവിടെ ശ്രേഷ്ഠമായിട്ട് ഏറ്റവും വലിയ തുകയുടെ സ്ഥാനത്ത് കാണുന്നത്. മറ്റുള്ളവർ തുക സത്യത്തിൽ പറഞ്ഞാൽ വളരെ കൂടുതൽ സമർപ്പിച്ചു എന്ന് വരികിലും അവരുടെ മിച്ചത്തിൽ നിന്ന്, അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു അംശം മാത്രം ആയിട്ടേ അത് വരുള്ളൂ എന്ന് തന്നെയല്ല, അവരുടെ ഒരു പൊങ്ങച്ചത്തിന്റെ ഒരു ബാഹ്യപ്രകാശനം കൂടി അതാകുമ്പോ ആ തുകയുടെ വില ഇടിഞ്ഞു പോവുകയാണ് ദൈവത്തിന്റെ മുമ്പിൽ.
വ്യത്യാസപ്പെട്ട ചിന്തയാണ് യേശുവിന്. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തുകയുടെ വലിപ്പത്തേക്കാൾ അത് അർപ്പിക്കുന്ന മനസ്സിന്റെ ഭാവമാണ് ശ്രേഷ്ഠകരമായിട്ടുള്ളത്, അതിന് വലിപ്പം കൊടുക്കുന്നത് എന്നുള്ളതാണ് യേശുവിന്റെ ദർശനം. ഈ ദർശനമാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. നാം എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് യേശുവിന്റെ ദർശനത്തിന് പ്രാധാന്യം. ഒരു പുതിയ വീക്ഷണമാണ് ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന അനുയായികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ദർശന വിശേഷം. നാം എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ എന്തുകൊണ്ട് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, മനസ്സിന്റെ ഭാവം ശുദ്ധമായിട്ട് നാം കാത്തുസൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് യേശു വിരൽ ചൂണ്ടുന്നത്.